ഹായ് ഹലോ. രാജു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ, അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന കാലം മുതൽക്ക് എന്തായിരുന്നു അമ്മ എന്നുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നവരൊരു കുട്ടിയായിട്ട് നമ്മളെ സ്കൂളിൽ പോയിട്ടും രക്ഷിതാക്കളുടെ കീഴിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽക്ക് നമ്മൾ പുതിയൊരാളായിട്ടാണ് ജീവിക്കുക. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും മനസ്സിലേക്ക് തോന്നുക ഭർത്താവ് നമ്മളെ മാത്രം സ്നേഹിക്കണം, വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, വേറെ ആരെയും പരിഗണിക്കാൻ പാടില്ല, നമുക്ക് മാത്രം വലിയൊരു സ്ഥാനം തന്നിട്ട് എപ്പോഴും നമ്മളെ സ്നേഹിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളെ മനസ്സിലേക്ക് ചിന്തകൾ കേട്ടോ. നമ്മൾ ഈ സീരിയലിലും സിനിമയിലും കാണും പോലെയാണ് ജീവിതം എന്ന് പല ആളും തെറ്റിദ്ധരിക്കും. പക്ഷെ അത് ജീവിതമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ടുവരണം. നമ്മളെ എങ്ങനെ ജീവിക്കണം എന്ന് ആദ്യം കല്യാണം കഴിഞ്ഞ് പുതിയൊരു കുട്ടിക്ക് പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തീരുമാനിക്കണം നമ്മൾ എങ്ങനെയാണെന്ന്. ഞാൻ എന്താ വെച്ചാൽ രാവിലെ ഭർത്താവിനോട് നേരം പോലെ പെരുമാറുക, സ്നേഹിച്ചിലൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നോ, എനിക്ക് എന്തേലും വയ്യ, എനിക്കൊരു വയ്യായ അന്നേക്ക് കണ്ടുപിടിക്കും. എനിക്ക് വയ്യ, ഞാനത് തീരുമാനിക്കുക, എനിക്ക് ഇന്ന് തലവേദനയാണ്. ശരിയാണ്, കാണുമ്പോൾ ഞാൻ കടക്കും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുന്ന് തന്നാൽ കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കാതെ ഇരിക്കും, പട്ടിണിക്കിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ രണ്ട് കുട്ടികളെക്ക് പ്രസവമൊക്കെ കഴിഞ്ഞ് രണ്ട് മക്കളായി. കുട്ടികൾക്ക് അപ്പോൾ ഭയങ്കര, എനിക്ക് എപ്പോഴും നേരം വിളിച്ചായി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം. കുട്ടികൾ സ്കൂളിൽ പോകലടങ്ങി വെക്കുമ്പോഴും വന്നു കഴിഞ്ഞാൽ അമ്മ പോകുമ്പോഴും അസുഖം, വന്നാലും അസുഖം. കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമായി. എന്നാലും ഞാൻ എൻ്റെ സ്വഭാവം മാറ്റണേ ഇല്ല. അപ്പൊ എൻ്റെ അസുഖം എന്താ വെച്ചാൽ ഭർത്താവ് എന്നെ മാത്രം സ്നേഹിക്കുക, അതാണ് എൻ്റെ ഒരു ഇത്. എല്ലാ ജീവിത സുഖങ്ങളും ഉണ്ടായിട്ടും ഞാനൊരു എന്താ പറയുക, ഒരു ജീവിത സുഖവും ഇല്ലാത്തൊരുവളെ പോലെ ജീവിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ ഞാൻ എന്നും രാവിലെ എനിക്ക് എന്തോ മടി, അലസത. അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് അസുഖങ്ങൾ ഒന്നുക്കും പിന്നാലെ ഒന്ന്, എന്നും അസുഖം. അപ്പൊ എൻ്റെ മനസ്സിന് ഞാൻ എന്താ, വൈകുന്നേരമായി ഞാൻ ചിന്തിക്കുകയാണ് നാളെ രാവിലെ ഞാൻ എന്ത് അസുഖം പറയണം. അപ്പൊ ഞാൻ പുതിയൊരു അസുഖം കണ്ടുപിടിച്ചു. അങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എപ്പോഴും ഇങ്ങനെ അസുഖം, ഞാൻ പഠിച്ചൊരു പാഠം കൊണ്ട് പറയാട്ടോ, നമ്മളിങ്ങനെ അസുഖക്കാരാവാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹിക്കണോ അതായി തീരുന്നുണ്ട് നമ്മള്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ പുതിയതൊക്കെ, ഒന്നുകിൽ തലവേദനയാകും, അല്ലെങ്കിൽ പീരിയഡ്സ് സമയമാണെങ്കിൽ എനിക്കപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ആകും. 6-7 ദിവസം അത് ദണ്ണം പറഞ്ഞു, അത് കഴിയുമ്പോഴേക്കും ഞാൻ വേറൊരു ദണ്ണം. അങ്ങനെ എന്തായി, ഞാൻ എപ്പോഴും സൂക്കടിൻ്റെ ഒരു കൂടാരായി. അങ്ങനെ എനിക്ക് എന്തായി, ഷുഗർ വന്നു. ചെറുപ്രായത്തിൽ തന്നെ ഷുഗർ വന്നു. ബാലൻസിന്റെ പ്രശ്നമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ഇനി ഇല്ലാത്തൊരു അസുഖവും ഇല്ല. മാസം ഒരു 3000-4000 രൂപയ്ക്കുള്ള ഗുളികകൾ കഴിക്കുകയാണ്. ഗുളികയുടെ എഡിക്റ്റായി ഞാൻ. ആസ്പത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച ഞാൻ അവിടെ പോയിട്ട് അഡ്മിറ്റായി. പിന്നെ അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നാലും വീട്ടിൽ വന്നിട്ട് നേഴ്സ് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒരു അസുഖം എനിക്ക് എപ്പോഴും, അല്ലെങ്കിൽ ആസ്പത്രിയിൽ അഡ്മിറ്റ്, നേരെ വെച്ചായി എന്നെയും കൊണ്ട് ഇങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോകാനാണ് വീട്ടിൽ ഒരാൾക്ക് ഒഴിവുള്ളൂ. ഭർത്താവിന് അധ്വാനിച്ചാലല്ലേ നമ്മൾ എന്തെങ്കിലും കഴിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ പണി നോക്കണ്ടേ. ആരെങ്കിലും ആയിട്ട് എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ, എൻ്റെത് മാത്രമായി ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു, നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഞാൻ തന്നെ എന്നോട് പറയലടങ്ങി, ഇല്ല, എനിക്കെന്നെ തോന്നി, ഇല്ല, ഇതൊരു ജീവിതമല്ല. കാരണം വയസ്സ് 10-35-36 വയസ്സായിട്ടു അപ്പോഴേക്കും ഷുഗറൊക്കെ വന്ന് പെട്ടി. അപ്പൊ പിന്നെ ഞാൻ തീരുമാനം എടുക്കുകയായി, ഇല്ല, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബിലൊരു വീഡിയോ, അന്നൊക്കെ ഈ ഫോണിൽ ദുർലഭ്യം നമ്മൾ കാണുള്ളൂ. എപ്പോഴെങ്കിലും ഒരു പുസ്തകം, അങ്ങനെയൊക്കെ ഒരു തുണ്ട് പേപ്പർ, അങ്ങനത്തേലൊക്കെ നമ്മളിങ്ങനെ കാണും. ഈ ഡോക്ടർമാർ പറയുന്ന മനഃശാസ്ത്രജ്ഞന്റെ മറുപടി ആയിട്ടൊക്കെ ഉള്ളതൊക്കെ കാണും കേട്ടോ. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതായി തീരും. നമ്മൾ രാവിലെ നമ്മളുടേതായ കോൺഫിഡൻറ്റോട് കൂടി എഴുന്നേൽക്കുക. അപ്പൊ കുറച്ച് ടിപ്സ് ഒക്കെ ഡോക്ടർ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഞാനും തീരുമാനിച്ചു, ഇല്ല, ഞാൻ ഇനി അതൊക്കെ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അസുഖം പറയില്ല എന്ന് ഞാൻ കോല് മുറിച്ചിട്ടു. അങ്ങനെ ഞാൻ രാവിലെ നീച്ച എന്താ ചെയ്യാന്നറിയോ, ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ പറയും, രാജി, നിനക്ക് ഒരു അസുഖമില്ല, നീ നല്ല പവർഫുൾ അല്ലേ, നിന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് എന്തുണ്ട് ജീവിതത്തിലെ, എല്ലാം നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയില്ല. അപ്പൊക്ക് ഇങ്ങനെ എൻ്റെ അസുഖങ്ങളൊക്കെ, എനിക്ക് എത്ര ഹൈ നിന്നിരുന്ന ഷുഗറൊക്കെ എനിക്കിങ്ങനെ കുറഞ്ഞു വരലടങ്ങി. എൻ്റെ അസുഖങ്ങളൊക്കെ കുറച്ച് പിന്നാക്കം. പിന്നെ ഞാൻ 15 ദിവസം കൂടുമ്പോൾ ആസ്പത്രിയിൽ പോകേണ്ടി വരും, ഡോക്ടറെ കാണേണ്ടി വരും. അങ്ങനെ അസുഖങ്ങളാണ്. വണ്ടി വിളിച്ച് കൊണ്ടുവന്നെ, അധ്വാനിച്ച് കിട്ടിയതിൻ്റെ ഒരു 3/4 ഭാഗം ആസ്പത്രിയിലേക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഞാൻ തന്നെ മാറാൻ തീരുമാനിച്ചു.
അങ്ങനെ ഞാൻ കണ്ണാടിയിൽ നോക്കൽ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ദിവസവും പറയുകയാണ്, എനിക്കില്ല രാജി, നിനക്ക് ഒരു അസുഖമില്ല, നീ നല്ല പവർഫുൾ ലേഡിയാണ്, നിനക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട്, നീ ചെയ്യാൻ പറ്റാത്തതായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റായിട്ട് ഒന്നുമില്ല. അങ്ങനെയൊക്കെ മറ്റു വീട്ടിൽ ജോലിക്കാരത്തിയൊക്കെ വന്നിട്ടാണ് ഓരോ പണികൾ ചെയ്തു തന്നു പോവുക, ഞാൻ ഒന്നും ചെയ്യില്ല. അവയ്ക്ക് തളർച്ച തോന്നുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്തില്ലാഞ്ഞിട്ടാണ്, ഭർത്താവ് നമ്മളെ സ്നേഹിക്കണം എന്നുള്ളൊരു ദുർവാശികാരനാണ് അത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ആദ്യം സ്നേഹിക്കുക. അല്ലാതെ ഇപ്പൊ വേറൊരാൾക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടാവും അല്ലെ. അവരിപ്പോ നമ്മളിങ്ങനെ ഈ സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ രാവിലെ നീച്ചാൽ നമ്മളെ ഗർഭിണിയാന്ന് കേൾക്കുമ്പോഴേക്കും വട്ടം കറക്കുക, അതുപോലെ എന്തിനും നമ്മളെ എടുക്കുക, എത്തുക, അതൊന്നും ജീവിതത്തിൽ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ജീവിതം ഒന്ന് സീരിയലൊക്കെ കണ്ടിട്ട് ആൾക്കാരെ അതാണ് ജീവിതം തോന്നിയിട്ട് പല കുടുംബങ്ങളും ഇങ്ങനെ കണ്ടിട്ടില്ലേ, പിരിഞ്ഞു അല്ലെ. അവര് കാര്യമായിട്ട് ഡൈവോഴ്സിന്റെ വക്കിലെത്തി. കുട്ടികൾക്കാണ് പിന്നെ നരകം. അച്ഛൻ വേറെ സെപ്പറേറ്റഡ് ആയി, അച്ഛൻ വേറെ അമ്മ വേറെ, കുട്ടികൾ പാവം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുറച്ച് ദിവസം അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത്, അങ്ങനെ മക്കൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോവുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനൊക്കെ ഞാൻ പഠിച്ച പാഠം പറഞ്ഞു തരികയാണ്. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം നാമജപമൊക്കെ ചെയ്യുക. നമ്മൾ ഒന്നുമില്ല, രാവിലെ എണീറ്റ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എന്തും ഭഗവാനെ എനിക്ക് നല്ല മനഃശക്തി തരണേ, എന്തിനും എനിക്ക് മനഃശക്തി തരണേ എന്ന് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക. ഏത് നമുക്ക് നേരിടാൻ മനഃശക്തി ഉണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് പേടി? മനഃശക്തി ഇല്ലാത്താണല്ലോ നമ്മൾ ഏറ്റവും. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ അസുഖം ഉണ്ട് തോന്നുക, എന്തും കൂടെ ആകെ എന്താ പറയുക, അത്രയും കൂടെ ഇതാവുക, നമ്മളിങ്ങോട്ട് ക്ഷീണിതയാവും, നമ്മളെ ടെൻഷൻ വന്നിട്ടേ. അപ്പൊ നമ്മൾ ആദ്യം ഭഗവാനോട് രാവിലെ കണ്ണാടി നോക്കി ഇരുന്ന് പറയുക, ഭഗവാനെ എനിക്ക് എന്തിനും മനഃശക്തി തരണേന്ന്. പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പതുക്കെ എണീറ്റ് വന്നിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ആദ്യം പറയണം, നീ നല്ല പവർഫുൾ ലേഡി അല്ലേ, നിന്നെ കൊണ്ട് പറ്റാത്തത് എന്താണ്, അങ്ങനെ നമ്മൾ ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ഫോൺ അടക്കം ഉപയോഗിക്കാൻ അധികം അറിയില്ലായിരുന്നു, ഒന്നും നിശ്ചയില്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ അങ്ങനെ നോക്കില്ലായിരുന്നു. അതാണ് കാരണം, എപ്പോഴും കടക്കാനിരിക്കാനല്ലേ ഒഴിവുള്ളൂ, ഇതൊന്നും നോക്കാൻ ഒഴിവില്ല നമുക്ക്. നമ്മളേതായ സൂക്കട് കണ്ടുപിടിക്കലായിരുന്നു അന്ന് തിരക്ക്. അങ്ങനെ ഞാൻ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങി വെച്ചു. അപ്പൊ എത്രയും താഴെ തട്ടുന്ന അത്രയും ഡെസ്പായിട്ടുള്ള ഒരു ലേഡിയാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇത്രയും ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മൾ ആദ്യം സ്നേഹിക്കുന്ന ഒരു സമയം, നമ്മളെ പ്രതിബിംബത്തിനോടായിരിക്കണം നമ്മൾ കൂടുതൽ രഹസ്യങ്ങളും നമ്മളതെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ പറയുക പ്രതിബിംബത്തിനെ നോക്കിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കുണ്ട് മനസ്സിലേക്ക് ഒരു ശക്തി കിട്ടാൻ, ഒരു പോസിറ്റീവ് വൈബാണത്. അത് നിങ്ങളൊരു 10 ദിവസം, സത്യം പറഞ്ഞാൽ 21 ദിവസം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. 21 ദിവസം കണ്ണാടിയിൽ നോക്കിയിട്ട്. ആരൊക്കെയെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ നമ്മൾ ആ വിഷമം മുഴുവൻ പറഞ്ഞു തീർക്കാൻ കൂടുതൽ നല്ലത് നമ്മളുടെ പ്രതിബിംബത്തിനോടാണ്. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ പറയുക നമ്മളെ വിഷമതകളൊക്കെ. അപ്പോൾ നമ്മളെ തന്നെ പറയാൻ തോന്നുകയായി, ഇല്ല ഞാൻ വിഷമിക്കില്ല ഇനി മുതൽക്ക്, ഞാൻ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഒന്നിനും വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മളെ മറ്റുള്ളവരെ അങ്ങനെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതിലേക്കൊക്കെ ബെസ്റ്റ് എന്താണെന്നറിയോ, നമ്മളെ ആദ്യം സ്നേഹിക്കുക. പിന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക, ഞാൻ നല്ല പവർഫുൾ ലേഡിയാണ്, എന്നെ കൊണ്ട് പറ്റാത്തതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. എങ്ങനെയായാലും നമ്മൾ രാവിലെ എണീക്കണോ, എപ്പോഴെങ്കിലും എണീക്കണോ, അത് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നോക്കൂ. രാവിലെ ഒരുപാട് നേരത്തെ, നമ്മൾ 3:30 മണിക്ക് എഴുന്നേൽക്കണം എന്നൊന്നും പറയണില്ല, നമ്മളെ ഒരു 5 മണിക്കെങ്കിലും നമുക്ക് എഴുന്നേൽക്കാം. എന്നിട്ട് പല്ല് തേച്ച് മുഖം കഴുകി നമ്മൾ ഡെയിലി കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ കോൺഫിഡന്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ പറയുക. അപ്പൊ നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ, ഒന്നിച്ച് ലോകം പിടിച്ചടക്കിയിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് വരും നമ്മളെ മനസ്സിലേക്ക്. അങ്ങനത്തെ ഒരു സമയമാണ് ആ ബ്രഹ്മമുഹൂർത്ത സമയം. ആ സമയത്ത് തന്നെ വേണം നമ്മൾ എന്തും ആഗ്രഹിക്കാനും. നമ്മൾ ആഗ്രഹിച്ചത് തന്നെയായി മാറുന്ന ഒരു സമയമാണത്. നമ്മൾ അസുഖക്കാരത്തി ആവണം എന്ന് ആഗ്രഹിച്ചു വന്നിട്ട് ഒന്ന് ബാത്റൂമിൽ പോയി നമ്മൾ വീണ്ടും കടക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അസുഖക്കാരത്തിയായിട്ടാണ് മാറുക. നേരെ മറിച്ച് നമ്മളെ എല്ലാ എനർജി എന്നിലേക്ക് വന്നു ചേർന്നു, ഞാൻ നല്ല പവർഫുൾ ആണെങ്കിൽ നമ്മൾ ഓടി നടന്ന് എന്തിനു നമ്മൾ പണിയെടുക്കാതിരിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുണ്ട് ഇന്നലകളെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും ചിന്തിച്ചിട്ട് അഴുക്കാണത്. അത് നമ്മൾ മറന്നേക്കുക. ഇന്നലകൾ നമുക്ക് വേണ്ട, നാളുകൾ നമുക്ക് എന്താണെന്നറിയോ, നമ്മളൊരു സാങ്കല്പികമാണ് നാളെ. പക്ഷെ ഇന്ന് നമ്മൾ ഈ വർത്തമാനകാലത്തിൽ ജീവിക്കണം. അപ്പൊ അന്നന്ന് രാവിലെ നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ്, വീട്ടിലൊരു സ്ത്രീ കയ്യും കാലും മുഖമൊക്കെ കഴുകി കുളിക്കാൻ പറ്റിച്ചാൽ കുളിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് വിളക്കൊക്കെ തെളിച്ച പൂജാമുറിയിലെ വിളക്കൊക്കെ തെളിയിച്ച്
ഒരു കർപ്പൂരോ ചന്ദനത്തിരിയോ ഒക്കെ കത്തിച്ച് കാണിച്ചാൽ ആ വീട് മുഴുവനൊന്നും അത് കാണിച്ചാൽ ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് അസുഖമെന്ന് തോന്നുകയില്ല, നമ്മളെ വീട് തന്നെ ഉണർന്നു. അപ്പൊ വീട്ടിലത്തെ സ്ത്രീ ഉറങ്ങി കിടന്ന വീട് തന്നെ ഉറങ്ങി, കുട്ടികൾ മുഴുവനും ഉറങ്ങി. കുട്ടികൾക്കൊന്നും ഒരു സുഖമില്ല, അവര് പഠിക്കേണ്ടത് പഠിക്കില്ല, സ്കൂളിലേക്ക് പോകേണ്ട സമയത്ത് പോവില്ല, കുളിക്കില്ല, പുറപ്പെടില്ല, ഒന്നുമില്ല. പക്ഷെ വീട്ടിലത്തെ അമ്മ ഉണർന്നാലോ എല്ലാവരും ഉണർന്നു. പിന്നെ ആ വീട് നമ്മളാണ് കേട്ടോ, ഒരു വീട്, ഒരു സ്ത്രീയാണ് പറയുക വീട് ശരിക്കും ഒരു എങ്ങനെ വേണം ആ വീടെന്ന് തീരുമാനിക്കേണ്ട അവളാണ്. അപ്പോൾ ഒരു സ്ത്രീ എപ്പോഴും എന്ത് വേണമെന്നറിയോ, ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മൾ അമ്മയുടെയും അച്ഛൻ്റെയും കീഴിൽ നമ്മൾ ജീവിച്ചു പോകും. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തായി, നമ്മൾ പ്രസവിക്കും കൂടി ചെയ്താൽ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ തന്നെയാണ് ആ വീട്ടിലത്തെ മഹാലക്ഷ്മി. നമ്മൾ വേണം എങ്ങനെ വേണം നമ്മളെ വീടെന്ന് തീരുമാനിക്കാൻ. വൃത്തി വേണോ, അത് നമ്മളുടെ തീരുമാനം പോലെ ഇരിക്കും, എല്ലാം നമ്മളെ തീരുമാനമാണ്. അപ്പൊ നമ്മളെ എന്താണ് എപ്പോഴും ആദ്യം വേണ്ടത് എന്താ, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അസുഖങ്ങളൊന്നും ഇല്ലാന്ന് നമ്മളാ ചിന്തിച്ചാൽ നമുക്ക് ഒരു അസുഖവും പിന്നെ ഉണ്ടാവില്ല. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാതും നമ്മളെ കൊണ്ട് പറ്റും. ലോകത്ത് എന്തൊക്കെ ആൾക്കാർ ചെയ്ത് കൂട്ടണം, നമ്മൾ മാത്രമേ ഈ റൂമിന്റെ ഉള്ളിൽ അടച്ചു കിടന്നാൽ എന്തെങ്കിലും ഒന്നും അറിയണുണ്ടോ, ലോകത്തൊരു വിവരങ്ങളും അറിയില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളെ എപ്പോഴും എന്ത് ചെയ്യണം, ഞാനിപ്പോ എന്റെ അനുഭവം പറഞ്ഞു തരുന്നേ ഉള്ളൂ, വേണ്ടവര് അങ്ങനെയൊക്കെ ചെയ്തോളൂ. നമ്മൾ രാവിലെ തന്നെ കണ്ണാടിയിൽ നോക്കി പറയുക, നീ പവർഫുള്ളാണ്, നിനക്ക് യാതൊരു അസുഖവും ഇല്ല, ഇന്ന് മുതൽക്ക് ഉഷാറാണ് നീ എന്ന് പറഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ദിവസം മുഴുവനെ അത് മാത്രം മതി, ആ ഒരു എനർജി നമ്മൾ നമ്മളോട് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നുണ്ടല്ലോ. അല്ലാതെ നമുക്ക് എല്ലാവരെയും സ്നേഹം, നമ്മളെ സ്നേഹിക്കണം, അതൊക്കെ അത്യാഗ്രഹമാണ്. നമ്മൾ തന്നെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. അപ്പൊ പിന്നെ നമുക്ക് എന്തുണ്ടെന്നോ, സ്നേഹിക്കാൻ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും. നേരെ മറിച്ച് നമ്മൾ തന്നെ സ്നേഹിക്കാതിരുന്ന ആരും പിന്നെ നമ്മളെ സ്നേഹിക്കാണ്ടാവില്ല. അപ്പൊ നമ്മളെ കുളിച്ച് വൃത്തിയായി നല്ല സുന്ദരികളായിട്ട് രാവിലെ തന്നെ ഇരുന്ന് കാണുന്നവർക്ക് തന്നെ നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരോടും നമ്മൾ കണ്ടാൽ ചിരിക്കണം, എല്ലാവരെയും നോക്കി നമ്മൾ ചിരിക്കണം. എനിക്ക് അസുഖാച്ചിട്ട് ഒരു മൂലയിൽ കടന്നാൽ കഴിഞ്ഞു മക്കളെ, ജീവിതം തീർന്നു. കാരണം എത്ര കാലം നമുക്ക് ആയുസ് ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണെന്നറിയോ, ഓരോ രാവിലെ പുലരിക്കും നമ്മൾ ഭഗവാനോട് നന്ദി പറയണം. ഈ രാത്രി വെളിച്ചായിട്ട് നമ്മൾ ഉണ്ടായല്ലോ, അതാണ് നമ്മൾ വേണ്ടത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആരും മൗനായിട്ട് മൂടികളായിട്ട് ചിരിക്കാതെ ഒന്നും ജീവിക്കണ്ട. സന്തോഷമായിട്ടുള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കണം. കാരണം എത്ര കാലാണ് ഭഗവാൻ നമുക്ക് ഒരു വലിയ ശക്തി ഉണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ. അപ്പൊ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മൾ സന്തോഷമായിരുന്ന ആ ശക്തി പോലും നമ്മളെ സ്നേഹിച്ച് സന്തോഷിക്കാൻ കൂടും. അങ്ങനെയാണ് ജീവിതം. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഡള്ളായിരുന്നാൽ എന്താണ്, ആ പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ആ ഭഗവാന് നമ്മളോട് ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ തന്നെ ആകെ സങ്കടത്തിൽ മൂടിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ട് എല്ലാവരോടും പെരുമാറും വേണം. മക്കളോടാണെങ്കിലും സ്നേഹം അകത്ത് വെക്കാനുള്ളതല്ല, നമ്മൾ അങ്ങനെ സ്നേഹിച്ച് എല്ലാവർക്കും കാട്ടിക്കൊടുക്കുമ്പോൾ നമ്മളോട് തിരിച്ചു അതന്നെ കിട്ടും. നമുക്ക് എന്തുകൊണ്ട്, നിങ്ങൾ പറയുന്ന കേട്ടിട്ടില്ലേ, നമ്മള് പണം കൊണ്ട് എറിഞ്ഞാൽ നമുക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ സ്നേഹം കൊണ്ട് എല്ലാവരും നിങ്ങൾ സ്നേഹിച്ചിതാക്കി വെക്കൊണ്ടു. അപ്പൊ നമുക്ക് ആർക്കും പറ്റില്ല, നമ്മൾ ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അവരോട് സ്നേഹമായി പെരുമാറിയ തീർച്ചയായിട്ടും ഈശ്വര എന്നോട് ഇത്രയും സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ, എന്നെ ഇത്ര ഇഷ്ടമുള്ള ഒരാളുണ്ടല്ലോ, അപ്പുറത്തെ ആള് അങ്ങനെ കരുതും. ഭർത്താവാണെങ്കിലും അത് തന്നെയാണ്. അയ്യോ എൻ്റെ ഭാര്യ ഇത്രയും സുന്ദരി സ്വഭാവമാണെങ്കിൽ അങ്ങനെ, അവളെ ഞാൻ എന്താണ് എത്ര കാലം ചെയ്തു വെച്ച് കിട്ടല് തുടങ്ങും, നമുക്ക് വരവ് തുടങ്ങും, സ്നേഹത്തിന്റെ മഴ പെയ്യല് തുടങ്ങും. അപ്പൊ ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടുക. നമ്മൾ ഡള്ളായിട്ട് ഒരിക്കലും ഇരിക്കരുത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളെ സ്നേഹിക്കുക, കണ്ണാടിയിൽ നോക്കി രാവിലെ പറയുക നീ പവർഫുൾ ലേഡിയാണെന്നുള്ള പറയുക. ഈ ഒരു മന്ത്രം എപ്പോഴും വേണം. കാരണം നീ പവർഫുൾ ലേഡിയാണ്, നിനക്ക് ഒരു കുറവുമില്ല, കുറ്റമില്ല, നിന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു നോക്കണം. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഓരോ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചികിത്സിക്കല്ല വേണ്ടത്, സ്വയം ചികിത്സിച്ച് നിങ്ങൾ മുന്നേറാൻ നോക്കണം കേട്ടോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന ഇങ്ങനത്തെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വിവരങ്ങളായിട്ട് കിട്ടും. മനസ്സിലായില്ല? നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇനി എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.